തിരുവല്ല CPM-ൽ ജാതി അധിക്ഷേപ പരാതി. ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെയാണ് ആക്ഷേപിച്ചത്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമ എസ് പിള്ളയ്ക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകി. പാർട്ടി ഘടകത്തിൽ പരാതി നൽകി 7 ദിവസമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഈ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? മിഥുൻ, തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്കാണ് ജാതി അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെ അധിക്ഷേപിച്ചു എന്നാണ് പരാതി. ഈ പരാതി രമ്യ ബാലൻ നൽകിയിരിക്കുന്നത് പാർട്ടി ഘടകത്തിലാണ്, പാർട്ടിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പരാതി നൽകുന്നത് 7 ദിവസം മുൻപാണ്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമ എസ് പിള്ള ആണ് അധിക്ഷേപം നടത്തിയത് എന്നുള്ളതാണ് ഈ രമ്യ നൽകിയിരിക്കുന്ന പരാതി. പാർട്ടി ഘടകത്തിന് ഏരിയ കമ്മിറ്റിക്ക് നൽകി 7 ദിവസം പിന്നിട്ടിട്ടും ഇതിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവിടെ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് ഈ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വാഭാവികമായി നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ പരാതിയുമായി നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രമ്യയുടെ തീരുമാനവും. ക്ഷേമ സമിതി പാർട്ടിയുടെ മറ്റൊരു ഘടകമാണ്. അതും ഈ ഘടകവും പാർട്ടി ഘടകത്തിന് ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രമ്യയുടെ വ്യക്തിപരമായ പരാതിക്ക് പുറമെ പട്ടികജാതി ക്ഷേമ സമിതിയും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ 2 പരാതികളിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിക്കെതിരെ പാർട്ടി ഘടകത്തിൽ നിന്നും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ ദിവസം മഹിളാ അസോസിയേഷന്റെ ഒരു ഏരിയ കമ്മിറ്റി യോഗം നടന്നിരുന്നു. ഈ ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജാതി അധിക്ഷേപം നടത്തി എന്ന് പറയുന്ന ഹൈമയും ഈ ജാതി അധിക്ഷേപത്തിന് ഇരയായ രമ്യയും തമ്മിലാണ് മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു ഈ ജാതി അധിക്ഷേപം ഇവർക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ആരോപണം. ഈ ജാതി അധിക്ഷേപം ഉണ്ടായി, പരാതി പാർട്ടി ഘടകത്തിന് നൽകുന്നു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റിനെതിരെ ഓഫീസ് സെക്രട്ടറി പരാതി നൽകുന്നു. പരാതി നൽകി 7 ദിവസം പിന്നിടുന്നു. ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല. ഇന്ന് ഏരിയ കമ്മിറ്റി രാവിലെ 11 മണിക്ക് ചേരുന്നുണ്ട്. തിരുവല്ല ഏരിയ കമ്മിറ്റിയാണ് ചേരുന്നത്. തിരുവല്ല ഏരിയ കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കേണ്ടത്. ഈ ഏരിയ കമ്മിറ്റിക്ക് ശേഷവും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ ആരോപണ വിധേയമായിട്ടുള്ള മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റിനെതിരെ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല എങ്കിൽ തുടർ നടപടികളുമായി മുകൾ ഘടകങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് രമ്യ പറയുന്നത്. എന്തായാലും തുറന്ന പ്രതികരണത്തിന് ഇതുവരെയും ഈ രമ്യ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് ചേരുന്ന 11 മണിക്ക് ചേരുന്ന ഏരിയ കമ്മിറ്റിയിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ മുകൾ ഘടകത്തിലേക്ക് പോവുകയും പരാതിയുമായി മുന്നോട്ട് പോവുകയും കൃത്യമായി തന്നെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അടക്കം സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഇന്ന് രാവിലെ ഒരു ഏരിയ കമ്മിറ്റി ചേരുന്നുണ്ട്. ഇതിൽ കൃത്യമായി ഈ വിഷയം ചർച്ച ആകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ചർച്ചയായില്ല എങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക്, വലിയ പോകുന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. KP. ശരി, പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.